ഹലോ ഗൈസ്, റെയിൽവേ NTPC എക്സാം ഞാൻ എങ്ങനെ അപ്പിയർ ചെയ്തത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ വീഡിയോയിൽ കാണാം. എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഹിസ്റ്ററിയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് CBT 1 കൊടുക്കേണ്ട അതായിരുന്നു. അതും കറണ്ട് അഫയേഴ്സ് 2010 ലോസിൽ നിന്ന് വന്നു. പിന്നെന്താ ഇൻകം. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെയിൽവേ NTPC ഗ്രാജുവേറ്റിൻ്റെ എക്സാമിൻ്റെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഈ 17th ഉള്ള 3rd ഷിഫ്റ്റിൽ ഞാൻ എക്സാം അപ്പിയർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം പോയി എഴുതുന്നത് എക്സാം. സോ എന്തൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത്, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, ഇതെല്ലാം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും, ഫസ്റ്റ് ടൈം ഒക്കെ എഴുതുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ റെയിൽവേ സൈറ്റിൽ നിന്ന് കയറിയിട്ട് നമ്മളെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളെ ഹോൾ ടിക്കറ്റ് ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ ഹോൾ ടിക്കറ്റിൽ ഒന്നും എഴുതാൻ പാടില്ല. ദെൻ ഹോൾ ടിക്കറ്റിൽ എന്ത് ഫോട്ടോയാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോ വേണം കൊണ്ടുപോകാനുള്ളത്. കയ്യിൽ ഒരു ഫോട്ടോ കൂടെ കൊണ്ടു ചെല്ലണം. അത് ആ ഹോൾ ടിക്കറ്റിൽ ഏത് ഫോട്ടോ ആണ് കൊടുത്താൽ ആ ഫോട്ടോ ആണ് കൊണ്ടുപോകാനുള്ളത്. പിന്നെ പ്രൂഫായിട്ട് 2 പ്രൂഫ് വേണം കൊണ്ടുപോകാനുള്ളത്. ഒരെണ്ണം ആധാർ കാർഡ് മസ്റ്റാണ്. അതുകൂടാതെ വോട്ടർ ID കാർഡോ പാൻ കാർഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. ഹോൾ ടിക്കറ്റ്, ഫോട്ടോ, പിന്നെ 2 പ്രൂഫ്, ഇതാണ് കൊണ്ട് ചെയ്യാനുള്ളത്. ദെൻ ഇട്ടുകൊണ്ട് പോകാൻ പാടില്ലാത്ത എന്തൊക്കെയാന്ന് വെച്ചാൽ ബെൽറ്റ്, കമ്മൽ, മൂക്കുത്തി, മോതിരം, വള, വാച്ച്, മാല, ക്ലിപ്പ്, റബ്ബർ ബാൻഡ്, ഇതൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. കൊലുസ്, അങ്ങനെ ഒരു സാധനം അങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ ഊരാൻ പറയും. റബ്ബർ ബാൻഡൊക്കെ അവർ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം റബ്ബർ ബാൻഡ് തരും. അത് നമ്മൾ കെട്ടി ഇങ്ങനെ വെക്കണം, ചെവി കാണുന്ന രീതിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ളത്. പിന്നെ ചപ്പലൊക്കെ ഊരിയിട്ടാണ് കയറ്റുന്നത്. എല്ലാം വെരിഫിക്കേഷനും കഴിഞ്ഞ് നമുക്ക് ഏത് ലാബാണോ എന്ന് പറഞ്ഞാൽ അത് അവർ കാണിച്ചൊരു അവിടെ പോയി ഇരിക്കണം. 1 hour നമുക്ക് കൂൾ ഓഫ് ടൈമാണ്. എന്ന് വെച്ചാൽ 1 hour മുന്നേ നമ്മളവിടെ എത്തുന്നത്. സോ 1 hour നമുക്ക് ഇരിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ വരും ഇൻവിജിലേറ്റർ വന്ന് നമുക്ക് സൈൻ ചെയ്യാനുള്ള, തമ്പ് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാനുള്ളൂ. പിന്നെ ആ ഹോൾ ടിക്കറ്റിൽ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ അവർ അപ്പോഴാണ് പറയുന്നത്. പേന പോലും കൊണ്ടുവയ്ക്കൂടാ കേട്ടോ, അത് ഇൻസ്ട്രക്ഷൻസിലും എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെന്താ, പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എക്സാമിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എപ്പോഴാണ് ഓക്കെ അടിക്കാനുള്ളത്, എപ്പോഴാണ് കണ്ടിന്യൂ ചെയ്യാനുള്ളത് എല്ലാവരും പറഞ്ഞു തരും. സോ അങ്ങനത്തെ ആ ടെൻഷൻ വേണ്ട. ഓക്കെ, പിന്നെ എക്സാമിൻ്റെ കാര്യം പറയുന്നത് ലൈക്ക് എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ. ഒരുപാട് ഹിസ്റ്ററിയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് CBT 1 കൊടുക്കണം. അതിൽ നിന്നൊക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നത്. ലൈക്ക് ഹിസ്റ്ററിയിൽ 2 എണ്ണം, കെമിസ്ട്രിയിൽ 1 എണ്ണം, ബയോളജിയിൽ 1 എണ്ണം, അങ്ങനെയുള്ള. ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കയറി പറ്റാൻ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ റീസണിങ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഈ 3 എണ്ണമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മേജോറിറ്റി ക്വസ്റ്റ്യൻസ് അതായിരുന്നു. അതും കറണ്ട് അഫയേഴ്സ് 2025 ഏറ്റവും കൂടുതൽ വന്നത്. സോ CBT 1 പ്രിപ്പയർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇനി ഉണ്ടല്ലോ ഡേറ്റ്, പഠിക്കുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. കറണ്ട് അഫയേഴ്സ് 2025 അതുപോലെ തന്നെ റീസണിങ്, മാത്സ് ഒക്കെ ഏകദേശം എല്ലാ സിലബസ് കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ വന്നത്. പെർസെൻറ്റേജിൽ നിന്ന് വന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് വന്നു, പിന്നെന്താ ഇൻകം, അങ്ങനെ എല്ലാം മാത്സിലുള്ള എല്ലാ സിലബസ് കവറായി വന്നിട്ടുണ്ട്. അതുപോലെ റീസണിങ്ങിലും ആൽഫബറ്റിക്സിൻ്റെ അത് വന്നായിരുന്നു, ഓർഡറിൻ്റെതും. അങ്ങനെ റീസണിങ്ങും മാത്സും എല്ലാം സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് പോവുക. കറണ്ട് അഫയേഴ്സ് 2025 കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് വന്നത്. 90 minutes ആണ്. നല്ല രീതിക്ക് മാത്സൊക്കെ ഒരുപാട് സമയം എടുക്കാതെ തന്നെ ചെയ്യണം. കാരണം സമയം പെട്ടെന്ന് പോവും. മാത്സൊക്കെ കുറച്ച് സമയം എടുക്കും. പ്രാക്ടീസ് ഉള്ളവർക്ക് സ്പീഡായിട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു പാട്. അത് എത്താൻ പറ്റിയില്ലായിരുന്നു. ദെൻ ആഫ്റ്റർ എക്സാം നമുക്ക് അവർ പറയും ഇൻസ്ട്രക്ഷൻ തരുന്ന പോലെ പോവാം. സോ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നവരായാലും വീഡിയോ കാണുന്നവർക്കായാലും ഈ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിച്ച് സൈനിങ് ഓഫ്. ബൈ.